സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത വിധമുള്ള നാടകീയ അറസ്റ്റാണ് ഇന്നലെ നിലമ്പൂരിൽ കണ്ടത്. DF ഓഫീസ് ആക്രമണ കേസിൽ PV അൻവറിനെ ഒന്നാം പ്രതിയാക്കി വീട് വളഞ്ഞാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ തള്ളി അൻവറിന് കോടതി ഇന്ന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. വനംവകുപ്പ് ഓഫീസ് ആക്രമിച്ചതിൽ നേരിട്ട അറസ്റ്റ് രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള വഴിവെട്ടുകയാണ് PV അൻവർ. കോടതി ജാമ്യം അനുവദിച്ചതോടെ വരും ദിവസങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് PV അൻവറിന്റെ നീക്കം. ഇതാണ് നിലമ്പൂർ നോർത്ത് DFO ഓഫീസ്. ഇവിടെ നടന്ന ഒരു പ്രതിഷേധമാണ് ഇന്ന് കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അറസ്റ്റിലേക്കും ഇനി വരാൻ പോകുന്ന ഒരുപാട് രാഷ്ട്രീയ ചലനങ്ങൾക്കും ഇടവരുത്തിയത്. യഥാർത്ഥത്തിൽ ആ പ്രതിഷേധം നടക്കേണ്ടത് ഇവിടെ ആയിരുന്നില്ല. കാട്ടാനാക്രമണത്തിൽ മണി കൊല്ലപ്പെട്ട സ്ഥലം സൗത്ത് ഡിവിഷന് കീഴിലാണ്. അതിനു പകരം PV അൻവറും അനുകൂലികളും നോർത്ത് ഡിവിഷനിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഞായർ രാവിലെ 11 മണി DFO ഓഫീസിൽ പ്രതിഷേധം ആരംഭിച്ചു. അപ്പോഴേക്കും കാട്ടാനാക്രമണത്തിൽ ചോരനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി യുവാവ് മണി മരിച്ചിട്ട് 14 മണിക്കൂർ പിന്നിട്ടിരുന്നു. വന്യമൃഗശല്യത്തിൽ നിലമ്പൂരിന്റെ മലയോരം വിങ്ങുന്നതിൽ DFO നേരിട്ടെത്തി മറുപടി പറയണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. പ്രതിഷേധിച്ചതിൽ 10 പേർ അക്രമാസക്തരായി ഓഫീസിന്റെ ഉള്ളിലേക്ക് ഇരച്ചുകയറി. പിന്നീട് കേസിൽ 3 പേരുടെ അറസ്റ്റായിരുന്നു രേഖപ്പെടുത്തിയത്. വൈകുന്നേരമായപ്പോഴേക്കും സ്ഥിതി മാറി. PV അൻവറിനെ ഒന്നാം പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. വൈകിട്ട് പോലീസ് വീട് വളഞ്ഞു. MLA അറസ്റ്റിലേക്ക്. പോലീസ് വീട്ടിലെത്തിയെങ്കിലും 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ഡോക്ടറുടെ പരിശോധനയും കഴിഞ്ഞാണ് MLA അവരോടൊപ്പം പോയത്. ഞാനൊരു നിയമസാമാജികനും MLA ആയതുകൊണ്ട് ഇപ്പം വഴങ്ങുക. അല്ലെങ്കിൽ പിണറായിൻ്റെ അപ്പൻ്റെ അപ്പം വിചാരിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. നിയമത്തിന് കീഴടങ്ങാണ്. അപ്പോൾ നമുക്കത് കാണാം. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയ ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കുക. രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ശേഷം തവനൂരിലെ ജയിലിലേക്ക്. ഒടുവിൽ അങ്ങ് ജയിലിലേക്കല്ലേ? എന്താണ് പറയാനുള്ളത്? പിന്നീട് കേരളം കണ്ടത് ഇടതു വലതു മുന്നണികളുടെ വാക്പോരാണ്. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ആദിവാസി യുവാവിന് വേണ്ടി നിലകൊണ്ടതിന് ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്ന് UDF ഏറ്റുപിടിച്ചു. അല്ലാതൊരു തെറ്റായ നടപടിയാണ്. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെയും വിമർശിച്ചാൽ എന്തും ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ്. ആ നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പ്രതിപക്ഷത്തിന് ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ഭരണകക്ഷിയായിരുന്നെങ്കിൽ ഇതിലും വലിയ സംഭവം ഉണ്ടായാലും ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവിലുള്ള അഭിപ്രായം. പോലീസ് നടപടി ശരിയെന്ന് ഭരണപക്ഷം. പോലീസ് സ്വാഭാവികമായ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുക മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. UDFൽ ഒരു ഇടം നേടാനുള്ള PV അൻവറിന്റെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതായി ഈ അറസ്റ്റ്. അതെത്രത്തോളം രാഷ്ട്രീയമായി DMK എന്ന പാർട്ടിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നത് കണ്ടറിയണം. കത്തോലിക്ക സഭ ഉൾപ്പെടെ അൻവർ ഉയർത്തുന്ന വിഷയം ഗൗരവമുള്ളതാണെന്ന് കാണുന്നു. കർഷക സമൂഹത്തോടുള്ള വെല്ലുവിളിയെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പിന്റെ പ്രതികരണം. LDFൽ നിന്ന് അകന്നതിന് ശേഷം PV അൻവർ പ്രധാനമായും പറഞ്ഞതും പ്രവർത്തിച്ചതും മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ ഊന്നിയാണ്. വന്യമൃഗ ശല്യം മുതൽ ഭൂമി കയ്യേറ്റം വരെ അതിൽപ്പെടുന്നു. അത്തരമൊരു വിഷയത്തിലുണ്ടായ പ്രതിഷേധത്തിനൊടുവിലാണ് ഈ അറസ്റ്റ് എന്നത് പൊതുസമൂഹത്തിന്റെ മനസ്സിൽ കൂടുതൽ ഒരു മുൻതൂക്കം കിട്ടാൻ കാരണമാണ്. ജാമ്യം കിട്ടിയ PV അൻവർ കൂടുതൽ രാഷ്ട്രീയമായ വിഷയങ്ങളിൽ സജീവമായി തന്നെ ഇടപെടുമെന്ന് ഉറപ്പ്. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം.